വളരെ പ്രാർത്ഥനയോടെ അല്പസമയം കൂടെ ദൈവവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. സദൃശ്യവാക്യങ്ങൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം തൊട്ട് ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കാം. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്കിൽ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വികടം നിങ്കിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ട് അകലുമാറാക്കുക. മതി. പ്രൈസ് ദി ലോർഡ്. ശലോമോന് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ആലോചനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ആലോചനയെക്കുറിച്ച് ശലോമോൻ പറയുന്നത് തൻ്റെ അപ്പനായ ദാവീദിൽ നിന്ന് അമ്മയായ ബർഷേബയിൽ നിന്ന് ശലോമോന് ലഭിച്ച ആലോചനയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആലോചന എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം ദാവീദ് തൻ്റെ മകനായ ശലോമോന് പകർന്നു കൊടുത്തു. അത് തൻ്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീർന്നപ്പോൾ ശലോമോൻ അത് തൻ്റെ തലമുറകൾക്ക് കൈമാറുന്നതാണ് നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലൊക്കെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശലോമോന് പ്രൈസ് ദി ലോർഡ് ഈ വചനങ്ങളെ വിട്ടുമാറാതിരിക്കുന്നുവെങ്കിൽ ആ വചനങ്ങൾ നിന്നെ കാക്കുമെന്ന് പ്രൈസ് ദി ലോർഡ് തൻ്റെ തലമുറകളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദാവീദ് തൻ്റെ മകനായ ശലോമോന് കൊടുത്ത ആലോചന, ശലോമോൻ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ആലോചന, ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞ ദൈവിക ആലോചന, ദൈവിക വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആ വചനങ്ങളോടുള്ള ബന്ധത്തിങ്കൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വചനങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ടുമാറരുത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ നിന്നെ കാക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കാക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന ദൈവിക ആലോചനകൾ, ദൈവിക വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇനി അതിൻ്റെ 10-ാമത്തെ വാക്യം നോക്കിയാട്ടെ. മകനെ, കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പം വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഒരുമിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ കാക്കുന്ന വചനം, നമ്മെ സൂക്ഷിക്കുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ദീർഘായുസ് നൽകിത്തരുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. നേരെയുള്ള പാതയിൽ നമ്മളെ നടത്തുന്ന വചനം, കാലടികൾക്ക് ഇടുക്കം വരാതെ, ഇടറിപ്പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവനാകുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ജീവൻ പകരുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. നമ്മെ
കാക്കുന്ന വചനം, പ്രൈസലോ, നേർവഴിക്ക് നമ്മെ നടത്തുന്ന വചനം, പ്രൈസലോ, നമ്മുടെ കാല് ഇടറിപ്പോകാതെ, ഹല്ലേലൂയ, ആമേൻ, നടപ്പിനകത്ത് ഇടുക്കം വന്നു പോകാതെ, ഹല്ലേലൂയ, നേരായിട്ടുള്ള വഴികളിൽ നമ്മളെ കൊണ്ടുപോകുന്ന വചനം, പ്രൈസലോ, ആ വചനത്തിൻ്റെ മുമ്പാകെ ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുമ്പോൾ ആ വചനത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അത് ആമേൻ നേരാം വണ്ണം നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ 22-ാമത്തെ വാക്യം, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. പ്രൈസലോ, ഇന്ന് പകൽക്കാലം അത് ജീവൻ മാത്രമല്ല, സർവ്വദേഹത്തിനും അത് സൗഖ്യത്തിന് കാരണമായി തീരുന്നു. പ്രൈസലോ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന ദൈവിക ആലോചനകൾ, ദൈവിക വചനങ്ങൾ, അതിനകത്ത് ജീവൻ ഉണ്ടെങ്കിൽ അതെന്നെ ജീവിപ്പിക്കും, ഹല്ലേലൂയ, എന്നു മാത്രമല്ല എൻ്റെ മുഴുവൻ ശരീരത്തിനും അതൊരു സൗഖ്യം പകരുവാൻ ഇടവരും. പ്രൈസലോ, നമുക്കറിയാം, ആമേൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ സൗഖ്യമാണ് ഏറ്റവും വലിയ സൗഖ്യം. ഹല്ലേലൂയ, ഹൃദയത്തിനകത്ത് സൗഖ്യം ഉണ്ടെങ്കിൽ ആമേൻ ശരീരത്തിന് ബലം കുറഞ്ഞാലും മുന്നോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. പ്രൈസലോ, അപ്പോൾ ഹൃദയത്തിൻ്റെ സൗഖ്യം, ഹല്ലേലൂയ, ഹൃദയത്തിൻ്റെ ബലം, ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഇതെവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വചനം പറയുന്നത്, നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവിക ഉപദേശങ്ങൾ, ആമേൻ, പ്രൈസലോ, അതിനകത്ത് വ്യാപരിക്കുന്ന ജീവന്, അത് നമ്മളെ നേർവഴിക്ക് നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, അത് നമ്മളെ കാത്തു പരിപാലിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അത് നമുക്ക് മാർഗനിർദ്ദേശം നൽകി തരുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഹൃദയമായി ഓർമ്മപ്പെടുത്തുന്നു, അവരുടെ ഹൃദയത്തിനകത്തൊരു വലിയ ഹീലിംഗ് ഉണ്ട്, ഒരു വലിയ സൗഖ്യമുണ്ട്. അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ നടുവിൽ അവരായിരിക്കുമ്പോൾ, ഏത് ബലഹീനതകൾ വന്നാലോ, ഏത് പ്രതിസന്ധികൾ വന്നാലോ, ഏത് കഷ്ടങ്ങൾ വന്നാലോ, അങ്ങനെയുള്ളവർ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടവരും, ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ ഇടവരുമെന്ന് വചന ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ, ആമേൻ, എത്ര പേർക്ക് അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നു? പ്രൈസലോ, ആമേൻ, നമ്മുടെ പുറത്ത് ശരീരത്തിന് ആരോഗ്യമുണ്ടായത് കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. ആമേൻ, പ്രൈസലോ, സാഹചര്യങ്ങളെല്ലാം പുറത്ത് ശരിയായതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. പ്രൈസലോ, അതല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആമേൻ, ഹൃദയത്തിൻ്റെ സൗഖ്യം, ഹൃദയത്തിൻ്റെ സൗഖ്യം, ഹൃദയത്തിൻ്റെ സൗഖ്യം, ഹൃദയത്തിൻ്റെ സമാധാനം, ഹൃദയത്തിനകത്ത് ആമേൻ ലഭിക്കുന്ന ആശ്വാസം, ഹൃദയത്തിനകത്ത് ലഭിക്കുന്ന ജീവൻ, ആമേൻ, പ്രൈസലോ, സാഹചര്യങ്ങളൊക്കെ എല്ലാം പ്രതികൂലമാകുമ്പോഴും ഒന്നും എനിക്ക് അനുകൂലമായി നിൽക്കാതിരിക്കുമ്പോഴും എൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നുവെങ്കിൽ, ശക്തീകരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ അങ്ങനെയുള്ളവർ വിളിച്ചു പറയുവാൻ ഇടവരണം. സാഹചര്യങ്ങൾ മുഴുവൻ എതിരായി തീർന്നാലും ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കും, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കും. കാരണം എൻ്റെ അകത്തളങ്ങളിൽ ഒരു ജീവൻ പകർന്ന് എൻ്റെ ശരീരത്തെ മുഴുവൻ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, അത് ജീവനുള്ള വചനമാണ്. ആ വചനമാണ് ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നത്. പ്രൈസലോ, മനസ്സിലാകുന്നവരെ ഓർത്ത് സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുകയാ. പ്രൈസലോ, ആമേ, പ്രൈസലോ, അകത്ത് വചനം ആമേൻ നിക്ഷേപിക്കണം. ആമേൻ, ജോൺസ് പറഞ്ഞതുപോലെ, ആമേൻ, നമുക്ക് പ്രായം മുമ്പോട്ട് കടന്നു വരുമ്പോൾ ചിലപ്പം ആമേൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വന്നിരിക്കാൻ ആരോഗ്യം കാണത്തില്ല, ബൈബിൾ വായിക്കുവാൻ കഴിയത്തില്ല, ആമേൻ, സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമാകത്തില്ല. എന്നാൽ അകത്ത് ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ, പ്രൈസലോ, അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ സാന്നിധ്യം നമ്മളെ ശക്തീകരിക്കും, അത് നമ്മളെ ബലപ്പെടുത്തും, അത് നമ്മളെ മുന്നോട്ട് നടത്തും, അത് നമുക്ക് വഴി കാണിച്ചു തരും. പ്രൈസലോ, നമ്മുടെ കാലുകൾ ഇടറി പോകുക അത് അനുവദിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനം ഹൃദയമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകണമെന്ന് ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ, ഇവിടെ ആമേ ശലോമോൻ തൻ്റെ മകന് കൊടുക്കുന്ന ആ ആലോചനയ്ക്കകത്ത്, ആമേ, പ്രൈസലോ, നീ ഈ ആലോചനകളെ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, അത് നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കുന്നുവെങ്കിൽ, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു എന്ന് പറയുന്നു. പ്രൈസലോ, അങ്ങനെയെങ്കിൽ ആ ആലോചനകൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ആമേൻ അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്, മകനെ
എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ആ വചനത്തിനകത്തു നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കാതുകൾ എന്താണ് ആമേ കേൾക്കുന്നത്? പ്രൈസലോ, ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. പ്രൈസലോ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന നമ്മളൊന്ന് ഇവിടെ ഇരുന്നൊന്ന് കണ്ണടച്ചൊന്ന് മനസ്സ് ഏകാഗ്രമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുറത്തെ വഴിയിലൂടെ പോകുന്ന വണ്ടിയുടെ ശബ്ദം കേൾക്കാൻ പറ്റും. പ്രൈസലോ. പിന്നെ ഒന്നും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഹോളിന് പുറത്തുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെയും ഒന്നും കൂടെ ഏകാഗ്രമാകുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ ശബ്ദങ്ങളും നിങ്ങളുടെ കാതുകളിൽ കേൾക്കാൻ പറ്റും. പ്രൈസലോ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ അനേക ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പ്രൈസലോ, ആമേൻ. അനേകം മനുഷ്യർ നമ്മളോട് സംസാരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വാഹനങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ. പ്രൈസലോ. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, പ്രൈസലോ, ലോകത്തിൽ അനേക ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടും ഈ ശബ്ദങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു സമാധാനമോ നിലനിൽക്കുന്ന സന്തോഷമോ ആമേൻ നിലനിൽക്കുന്ന ആലോചനയോ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുകയാണ്. പ്രൈസലോ. നമുക്ക് മന്ത്രിമാർക്ക് പേഴ്സണൽ സെക്രട്ടറിമാരുണ്ട്. പ്രൈസലോ, ആമേൻ. അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ കേൾക്കുകയും അവരെഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അവർ പ്രസംഗിക്കുകയും ചെയ്യാറുണ്ട്. പ്രൈസലോ. എന്നാൽ ചില പേഴ്സണൽ സെക്രട്ടറിമാർ ആമേൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആലോചന പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മന്ത്രിമാര് ആമേൻ അവർ പറയുന്ന വാക്കുകൾ നിമിത്തമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ നിമിത്തമായിട്ടും പ്രതികൂട്ടിലേക്ക് വരാറുമുണ്ട്. പ്രൈസലോ. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? ആമേൻ. ലോകപ്രകാരം പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. ചിലരുടെ വാക്കുകൾ നമ്മൾ അധികമായിട്ട് കേൾക്കും. പ്രൈസലോ. അവർ പറയുന്നതെല്ലാം അതുപോലെ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകും. പ്രൈസലോ. എന്നാൽ വചനത്തിന് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു ശബ്ദത്തിന് നമ്മളെ എന്നേക്കും ഒരുപോലെ വഴി നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രൈസലോ. ഒരു കാര്യം വളരെ വ്യക്തമായി വചനത്തിന് പറയുവാനുള്ളത്, നമ്മൾ ഇന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കാരണം നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. പ്രൈസലോ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വചനത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ള ഒരു ദൈവ പൈതലോ ജീവിതത്തിനകത്ത് നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു പോയിട്ടില്ല. പ്രൈസലോ. ആമേൻ. നമ്മൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അനേക ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അനേക മനുഷ്യരുടെ ആലോചനകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അനേകർ നമ്മളോട് പറയും ഇങ്ങനെ വേണം അങ്ങനെ വേണം. ആമേൻ. പ്രൈസലോ. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി വചനത്തിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഈ മനുഷ്യരെല്ലാം മാറിപ്പോകും, അവരുടെ വാക്കുകളെല്ലാം മാറിപ്പോകും. ആ വാക്കുകൾ ആശ്വാസമല്ലാതെ നമുക്ക് തീരും. എന്നാൽ ആര് ദൈവത്തിന്റെ ശബ്ദം വചനത്തിലൂടെ കേട്ടിട്ടുണ്ടോ അവരുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും പരാജയപ്പെട്ടു പോകാതെ കാലിടറിപ്പോകാതെ നേരായിട്ടുള്ള വഴികളിൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ആമേൻ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 3 തൊട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 3 തൊട്ടുള്ള വേദഭാഗങ്ങൾ. പ്രൈസലോ. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. മതി. പ്രൈസലോ. നല്ല ഇടയനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. പ്രൈസലോ. ആമേൻ. പ്രൈസലോ. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം
അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ പ്രൈസ് അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകുന്നു. പ്രൈസലോ, എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നു? ആടുകൾ കേൾക്കേണ്ട ശബ്ദം ആ നല്ല ഇടയൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ആ നല്ല ഇടയൻ്റെ ശബ്ദം കേട്ടാലുള്ള ഗുണം എന്താണ്? ആ ഇടയൻ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനാ. പ്രൈസലോ, വ്യക്തിപരമായി വിളിക്കുന്ന ഇടയനാ, വ്യക്തിപരമായി അറിയുന്ന ഇടയനാ. ആ ഇടയൻ നമുക്ക് മുമ്പായി സഞ്ചരിക്കുന്ന ഇടയനാ. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഇടയൻ. പ്രൈസലോ, നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവാണെന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? അപ്പോൾ കേൾക്കേണ്ട ശബ്ദം കേട്ടാൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമുക്ക് എത്തിച്ചേരാം. പ്രൈസലോ, കേൾക്കേണ്ട ശബ്ദം കേട്ട ഹൃദയത്തിനകത്ത് അതൊരു സമാധാനമാ, അത് ശരീരത്തിന് വിടുതലാണെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് പറയട്ടെ, ലോകത്തിൽ അനേക ശബ്ദങ്ങൾ കേൾക്കുവാൻ നമ്മൾ വെമ്പൽ കൊള്ളുമ്പോൾ, അനേക ആലോചനകൾക്ക് പിന്നാലെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഹൃദയമായിട്ട് പേര് വിളിച്ച് നമ്മളോട് സംസാരിക്കുവാൻ കഴിയുന്ന നല്ലവനായ ഒരു ഇടയൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ടവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവരൊരിക്കലും നാളെയെക്കുറിച്ച് ഭാരപ്പെടുന്നവരല്ല. പ്രൈസലോ, ആ ശബ്ദം കേട്ടവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവരൊരിക്കലും അവരുടെ വഴികളെ കുറിച്ച് ഭാരപ്പെടത്തില്ല. കാരണം അവർക്ക് മുന്നായിട്ട് സഞ്ചരിക്കുന്ന നല്ലവനായ ഒരു ദൈവമുണ്ട്. പ്രൈസലോ, അത് നേർവഴിക്ക് നടത്തുന്ന ദൈവമാ, ആലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവമാ, സ്വസ്ഥതയുടെ വഴികളിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമാ, ഹൃദയത്തിനകത്തളങ്ങളിൽ സമാധാനം പകർന്നു കൊടുക്കുന്ന ദൈവമാ. പ്രൈസലോ, ഇന്ന് പകൽക്കാല സമാധാനമില്ലാതെ നിരാശപ്പെട്ട ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ ദൈവ ശബ്ദം കേൾക്കുക. നമ്മുടെ കാതുകൾ ഒന്ന് തുറന്നു കൊടുക്കാം, നമ്മുടെ മനസ്സൊന്ന് തുറന്നു കൊടുക്കാം. നിശ്ചയമായിട്ട് അവനൊരു വഴി കാണിക്കുവാനുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസലോ, റീബാന ഹത്തുന രഗദരഗജാര അംദന ബൗഡബനഗദരഗ ജീവഗാനഗംധരഗജാര സിഹാദന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നമ്മളെ സംരക്ഷിക്കുന്ന വചനം. പ്രൈസലോ, നമ്മളെ നടത്തുന്ന വചനം. പ്രൈസ്, നമ്മുടെ കാലുകൾ ഇടറിപ്പോകാതെ നമ്മളെ കരുതുന്ന വചനം, നമ്മളെ ജീവിപ്പിക്കുന്ന വചനം. അത് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, അത് നമ്മൾ സേവിക്കുന്ന കർത്താവാ. പ്രൈസലോ, ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ എത്ര പേര് ഈ ദിവസങ്ങളിൽ കാതോർക്കുന്നു. പ്രൈസലോ, ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. ആമേൻ. എത്ര ശബ്ദം കേട്ടാലും, ഹല്ലേലൂയ, ഈ ഒരു ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസലോ, ആമേൻ. മധുരമായി നമ്മളോട് സംസാരിക്കുന്നവരുണ്ട്. ആമേൻ. ലോകപ്രകാരം അറിവുകൾ പറഞ്ഞു തരുന്നവരുണ്ട്. എല്ലാം നല്ലതാ. പ്രൈസലോ, എന്നാൽ അതിൻ്റെയൊക്കെ ഉപരിയായിട്ട്, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെടുന്നുണ്ടോ? ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തരുന്നുണ്ടോ എന്ന് ഓരോ നിമിഷവും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആ ശബ്ദം ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ അകത്തളങ്ങളെ ജീവിപ്പിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ, എത്ര പേർക്ക് ഈ ഒരു സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. എത്ര പേർക്ക് പറയാൻ പറ്റുന്നു, എൻ്റെ മനസ്സിനൊരു സൗഖ്യമുണ്ട്? പ്രൈസലോ, എൻ്റെ മനസ്സിനൊരു സൗഖ്യമുണ്ട്. പ്രൈസലോ, ആമേൻ. ആ സൗഖ്യം എവിടെ നിന്നാണെന്നറിയാമോ? നമ്മൾ കേൾക്കേണ്ട ശബ്ദം കേട്ടാൽ മതി. പ്രൈസലോ, ആമേൻ. നമ്മുടെ കർത്താവിനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നെങ്കിൽ ഇന്ന് പകൽക്കാല ഹൃദയത്തിൽ സമാധാനം വെളിപ്പെടുവാൻ ഇടവരുമെന്ന് വചന ഹൃദയമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ, ആമേൻ. അടുത്തതായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൽ
ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ച് വയ്ക്കുക. പ്രൈസലോ. രണ്ടാമതായിട്ട് വചനം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ നമ്മൾ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? പ്രൈസലോ. ആമേൻ. ഒന്നാമതായിട്ട് പറഞ്ഞു നമ്മൾ ഏത് ശബ്ദമാണ് കേൾക്കേണ്ടത്. രണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ നമ്മൾ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഒന്ന് രണ്ട് വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ച് സഹായിക്കണമേ. പ്രൈസലോ. സങ്കീർത്തനങ്ങൾ 12-ന്റെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരു മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇരു മനസ്സോടുകൂടി എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അപ്പോൾ ആമേൻ, ഇരു മനസ്സുള്ള വ്യക്തികൾ, ഇരു മനസ്സുള്ള ഹൃദയത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ഇനി ഒരു വാക്യം വായിച്ച് സഹായിച്ചാട്ടെ. അതിൻ്റെ എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വേദഭാഗം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. മതി. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഇനി വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. പ്രൈസലോ. നമ്മുടെ ഹൃദയത്തെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇരു മനസ്സുള്ളവരുണ്ട്, അവിശ്വാസ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വെച്ചിരിക്കുന്നവരുണ്ട്. പ്രൈസലോ. അഹങ്കാരമുള്ള ഹൃദയത്തെക്കുറിച്ച് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. കല്ലായിട്ടുള്ള ഹൃദയത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് പ്രാർത്ഥിച്ചു, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിർമ്മലത നഷ്ടപ്പെട്ട ഹൃദയം ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി അനേക ഉദാഹരണങ്ങൾ, അനേക വാക്യങ്ങൾ എടുക്കാം. നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ നോക്കണം. പ്രൈസലോ. ഇന്ന് ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തെ കാണാൻ വേറെ ആർക്കും കഴിയത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തെ ആർക്കാ കാണാൻ പറ്റുന്നത്? എനിക്ക് കാണാം, എൻ്റെ ദൈവത്തിന് കാണാം. പ്രൈസലോ. അപ്പം നമ്മളോട് വചനത്തിന് പറയാൻ ആഗ്രഹിക്കുന്നത് ശരീരത്തിന് വേണ്ടിയ സൗഖ്യം ലഭിക്കുവാൻ, മനസ്സിന് വേണ്ടിയ സൗഖ്യം ലഭിക്കുവാൻ ഹൃദയത്തിൻ്റെ നടുവിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. പ്രൈസലോ. പ്രൈസലോ. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ അവിശ്വാസമാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അവിശ്വാസം തന്നെയായിരിക്കും. പ്രൈസലോ. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകുമോ? ഇല്ല. പ്രൈസലോ. എൻ്റെ ഹൃദയത്തിൽ നിരാശയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന നിരാശ മാത്രമായിരിക്കും. പ്രൈസലോ. അവിടെ സമാധാനം ഉണ്ടാകുമോ? പ്രൈസലോ. ഇല്ല. പ്രൈസലോ. എൻ്റെ ഹൃദയത്തിനകത്ത് കഠിനപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ കഠിന ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ അനേകരെ മുറിക്കുന്ന വാക്കുകളായിരിക്കും. പ്രൈസലോ. അതുകൊണ്ട് എനിക്ക് ആശ്വാസം ലഭിക്കുമോ? ഇല്ല. പ്രൈസലോ. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് അഹങ്കാരം നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം അഹങ്കാരമായിരിക്കും. അവിടെയും പ്രൈസലോ എന്ത് സംഭവിക്കത്തില്ല? ആശ്വാസം ലഭിക്കത്തില്ല. പ്രൈസലോ. അപ്പം വചനത്തിന് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. പ്രൈസലോ. ശലോമോൻ പറയുന്നു, മകനെ ഞാൻ പറഞ്ഞു തന്ന ഈ വചനങ്ങളാണ് നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ ഇരിക്കുന്നത് എങ്കിൽ അത് നിനക്കൊരു വലിയ സൗഖ്യത്തിനും ആരോഗ്യത്തിനും കാരണമായി തീരും. പ്രൈസലോ. ഇന്ന് വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ വളരെ വ്യക്തമായി ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ അവിശ്വാസമുണ്ടെങ്കിൽ അതിനെ പുറത്തു കളയാം, നിരാശയുണ്ടെങ്കിൽ പുറത്തു കളയാം. പ്രൈസലോ. അവിടെ ദൈവത്തിൻ്റെ വചനം വസിക്കട്ടെ. പ്രൈസലോ. അവിശ്വാസം ജീവിപ്പിക്കുകയല്ല, അവിശ്വാസം മരിപ്പിക്കുകയാ ചെയ്യുന്നത്. നിരാശ ജീവിപ്പിക്കുകയല്ല, നിരാശ മരിപ്പിക്കുകയാ ചെയ്യുന്നത്. എന്നാൽ അകത്തളങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണെന്ന് ദൈവത്തിൻ്റെ ആലോചന ഹൃദ്യമായിട്ട് വിളിച്ചു പറയുക. അസാധ്യതകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാല തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവമക്കള് അധരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് ഒന്ന് വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ അവിശ്വാസം
പ്രയാസം പുറത്തു പോകട്ടെ, എൻ്റെ നിരാശ പുറത്തു പോകട്ടെ, എൻ്റെ അഹങ്കാരം പുറത്തു പോകട്ടെ. എൻ്റെ കല്ലായിട്ടുള്ള ഹൃദയത്തിനകത്ത് ഒരു വലിയ മാറ്റം ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. അശുദ്ധി എൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് ആമേൻ പുറത്തു പോകട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം അവിടെ വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റീബാന ഹംദ രഗബന ഗദരഗ ജീവഗ രഗതിയാല. ആമേൻ. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതല. ആമേൻ. നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ അത് വിടുതലാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമ്മൾ കേൾക്കേണ്ടത് ദൈവശബ്ദമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കേണ്ടത് ദൈവവചനമാണ്. അതിനകത്ത് അസൂയയിരിക്കരുത്, അതിനകത്ത് പിണക്കം ഇരിക്കരുത്, അതിനകത്ത് ഈർഷ്യയിരിക്കരുത്, അതിനകത്ത് മത്സരം ഇരിക്കരുത്. ആമേൻ. അതിനകത്ത് കല്ലായിട്ടുള്ള ഹൃദയമാകരുത്, അഹങ്കാരമാകരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാനുഷികമാണ്. അസൂയ വരും, പിണക്കം വരും, ഇതെല്ലാം വരും. എന്നാൽ അത് വിട്ടുകളയേണ്ട സമയത്ത് വിട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ഇതെന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുകയാ. എനിക്ക് വേണ്ടത് ജീവനാ. ആമേൻ. ദൈവത്തിന്റെ വചനം എൻ്റെ അകത്തളങ്ങളിൽ വസിക്കുക. ദൈവം നൽകി തന്നിരിക്കുമ്പോ നീക്കേണ്ടതിനെ നീക്കിക്കളഞ്ഞ് ആ വചനത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് നമ്മളെ ജീവിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആലോചന പറയുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകും? എത്ര പേർക്ക് മനസ്സിലാകും? ആമേൻ. ശരീരത്തിന് രോഗം മാറുവാൻ മരുന്ന് കഴിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. മനസ്സിന്റെ രോഗം മാറണമെങ്കിൽ, മനസ്സിന് സമാധാനം വരണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ വിട്ടുകളയണം. ദൈവത്തിന്റെ ആത്മ വളരെ ഹൃദ്യമായിട്ട് പറയുക, ചിലതൊക്കെ നമ്മൾ നീക്കിക്കളഞ്ഞാൽ, ചിലതൊക്കെ മാറ്റിക്കളഞ്ഞാൽ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എൻ്റെ അകത്തളങ്ങളിൽ വസിക്കട്ടെ. വചനം എന്നോട് സംസാരിക്കട്ടെ. ആ വചനത്തിന് ശബ്ദം കേൾക്കാൻ ഞാൻ തയ്യാറാ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ മനസ്സിനകത്തൊരു വലിയ സമാധാനം കൊണ്ട് ഇന്ന് പകൽക്കാലം മടങ്ങിപ്പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആ സമാധാനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സമാധാനം ആർക്കും എടുത്തു കളയാൻ പറ്റുന്ന സമാധാനമല്ല. ആരും ഇത് എടുത്തുകൊണ്ട് പോകത്തില്ല. കാരണം എൻ്റെ അകത്ത് എന്നെ ജീവിപ്പിക്കുന്നത് ആമേൻ എൻ്റെ ഇടയൻ എന്നോട് സംസാരിച്ച വചനമാ. പ്രൈസ് ദി ലോർഡ്. ആ വചനം എൻ്റെ അകത്തളങ്ങളിൽ ഇരിക്കുമ്പോൾ അതെന്നെ ശക്തീകരിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിൻ്റെ ആലോചന നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കേൾക്കേണ്ട ശബ്ദം നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കേണ്ട വചനം, അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിങ്ങൾ നിന്ന് അകറ്റുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ വചനം മൂന്നാമതായിട്ട് പറയുന്നത്, നമ്മുടെ നാവിൽ ആമേൻ എന്താണ് ഇരിക്കുന്നത്, എന്താണ് നാം സംസാരിക്കുന്നത്, എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് നമ്മളൊന്ന് വചനപ്രകാരം തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അത് നമ്മുടെ ഹൃദയത്തിന് എന്ത് തരും? ആമേൻ, സമാധാനം നൽകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കൊലോസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിനകത്ത് നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതാകണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ വാക്കുകളൊക്കെ ആമേൻ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കണം? ആമേൻ പ്രൈസ് ദി ലോർഡ്, ടേസ്റ്റ് കൊടുക്കണം. എന്തിനെ കുറിച്ചുള്ള ടേസ്റ്റ്? നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ടേസ്റ്റ്, കർത്താവിനെ രുചിച്ചറിയുവാനുള്ള താല്പര്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മുടെ വാക്കുകൾ ആമേൻ അവർക്ക് കൊടുക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ആമേൻ ചിലരൊക്കെ ആമേൻ ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ചില ഹോട്ടലുകളിലൊക്കെ പോയിട്ട് അതിൻ്റെ വിവരണം കൊടുക്കുമ്പോൾ ആമേൻ മറ്റുള്ളവർക്ക് അവിടെ പോയി ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് ഒരു ടേസ്റ്റ് വായി വരത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആമേൻ അനേകർക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകണം. ആമേൻ ഈ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ, ഹല്ലേലൂയ, ആമേൻ കർത്താവിൻ്റെ വചനം കേട്ടാൽ, ഹല്ലേലൂയ, ആമേൻ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് അത് കാരണമായി തീരുമെന്ന് എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാകുന്നു? ആമേൻ പ്രൈസ് ദി ലോർഡ്. ഉപ്പ് ഒരു കറിക്കകത്തില്ലെങ്കിൽ എത്ര വിലപിടിപ്പുള്ള കറിയാണെങ്കിലും അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വാക്കുകളെ നമുക്ക് ദൈവവചനപ്രകാരം ശുദ്ധീകരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു വലിയ വിടുതലുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട്
നിങ്ങളോട് ആമേൻ ചോദിക്കട്ടെ, പ്രൈസ്. നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക, പ്രൈസലോ. നമ്മളിങ്ങനെ രണ്ടുപേര് കൂടി ഇരുന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ, അത്രയും സമയം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുന്ന ക്ഷീണം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം, പ്രൈസലോ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഹല്ലേലൂയ. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല, ആമേ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ആമേൻ എന്ന് വിചാരിക്കുക, പ്രൈസലോ. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ തന്നെ ആമേൻ നമ്മുടെ ശരീരത്തെ ചില രോഗങ്ങൾ ബാധിക്കും, പ്രൈസലോ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനെ ആമേൻ രോഗങ്ങൾ ബാധിക്കും, പ്രൈസലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് തന്ന ഒരു സ്ഥാപനങ്ങളും ഹല്ലേലൂയ ഒരു വീടുകളും, പ്രൈസലോ, അവിടെ ഒന്നും ഹല്ലേലൂയ ഒരു വ്യക്തിയും വന്ന് ആരുടെയും കുറ്റം പറയാൻ നമ്മൾ അനുവദിക്കരുത്, പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ, ഞാൻ അനുഭവത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ അത് ബാധിക്കും, പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ, എത്ര പേർക്ക് ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നു? ഇത് ദൂതൊന്നുമല്ല, പ്രൈസലോ. ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്ന ചില ആശയങ്ങളാണ്, പ്രൈസലോ. നമ്മുടെ വീടോ ആമേൻ നമ്മുടെ സ്ഥാപനങ്ങളോ ആമേൻ ഒന്നും ഹല്ലേലൂയ ഒരു കുറ്റം പറയുവാനുള്ള ഇടമായി മാറരുതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. കാരണം എന്താണ്? ഇതിൻ്റെ നടുവിൽ വസിക്കേണ്ടത് നമ്മുടെ കർത്താവാണ്, ഹല്ലേലൂയ. ഇതിൻ്റെ നടുവിൽ വസിക്കേണ്ടത് നമ്മുടെ ദൈവമാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്, പ്രൈസലോ. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ആമേൻ അനേകർക്ക് ആശ്വാസമാകുന്ന വാക്കുകളായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, പ്രൈസലോ. നയമാന് കുഷ്ഠരോഗം വന്നു. നയമാൻ്റെ വീട്ടിൽ ഒരു ബാല്യക്കാരത്തി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യജമാനനോട് പറയണം, പ്രൈസലോ, ഇസ്രയേൽ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം വരും, പ്രൈസലോ. ആമേൻ, ഇവള് അപ്പനും അമ്മയും ഇല്ലാതെ പിടിക്കപ്പെട്ടുകൊണ്ട് വന്നതാ, പ്രൈസലോ. ആമേൻ, അവളെ സംബന്ധിച്ചിടത്തോളം ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ, പ്രൈസലോ. നയമാൻ അവിടെ പോയി സൗഖ്യം ഉണ്ടായെന്ന് മാത്രമല്ല, നയമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രയേലിലെ ദൈവത്തെ പോലെ വേറെ ദൈവമില്ല, പ്രൈസലോ. അപ്പം നോക്കിക്കേ, ഒരു വാക്ക് പറഞ്ഞത് നിമിത്തമായിട്ട് നയമാൻ തിരിച്ചറിഞ്ഞു ഇസ്രയേലിൽ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആമേൻ, എന്നോട് നിങ്ങൾ പിണങ്ങിയാലും ശരി, പ്രൈസലോ, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ നാവ് ചലിപ്പിച്ചുകൊണ്ട് അനേകരുടെ ജീവിതത്തിന് വിടുതൽ കൊടുക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാവ് അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ, അനേകരുടെ വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ആമേ, പ്രൈസലോ. ഈ ആമേ ചെറിയ പെൺകുട്ടി പറഞ്ഞു, ആമേ, പ്രൈസലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രവാചകനോട് പ്രാർത്ഥിക്കും, യജമാനന് സൗഖ്യം വരും. സൗഖ്യമുണ്ടായി. അവൻ പറയുക, ഇസ്രായേലിൽ ഇങ്ങനെ ഒരു ദൈവം വേറെ ഇല്ല, പ്രൈസലോ. ശൗലിൻ്റെ അപ്പൻ്റെ കഴുതകളെ കാണാതെ പോയി, പ്രൈസലോ. അന്വേഷിച്ചിറങ്ങി ഒരു ഭൃത്യനുമായിട്ട്, പ്രൈസലോ. കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. ശൗല് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു, പ്രൈസലോ. ഭൃത്യൻ പറഞ്ഞു, ഇല്ല, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ്റെ അടുക്ക ചെന്ന് പ്രാർത്ഥിച്ചാൽ ആമേൻ ഒരു പക്ഷേ ആമേൻ കഴുതകളെ കിട്ടു എന്ന് പറഞ്ഞു, പ്രൈസലോ. ആ വാക്ക് കേട്ട് ശൗല് പോകാൻ തയ്യാറായി. അപ്പോൾ അടുത്ത ദിവസം തന്നെ ആമേൻ അതിൻ്റെ തലേ ദിവസം ദൈവം ആമേൻ ഇടപെട്ടു പ്രവാചകനോട്, ഇങ്ങനെ ഒരു വ്യക്തി വരും, അവനെ എന്ത് ചെയ്യണം? ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, പ്രൈസലോ. ഒരു ഭൃത്യൻ്റെ വാക്ക് കേട്ട് ആമേൻ പോയപ്പോൾ സംഭവിച്ചത് എന്താ? ഇസ്രായേലിൻ്റെ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുകയാണ്, പ്രൈസലോ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ, ഹല്ലേലൂയ, അത് അനേകരുടെ ജീവിതത്തിന് ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രൈസലോ. ആമേൻ, അതുരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നവര് ആമേൻ ഇന്ന് പകൽക്കാല ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായട്ടെ, പ്രൈസലോ. നമുക്കറിയാം, ശമരിയ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വന്ന് കാണുക, ആമേൻ, ഒരു പക്ഷേ അവൻ മശിഹയായിരിക്കും, പ്രൈസലോ. ഒറ്റ വാക്ക് മതി, പ്രൈസലോ. അവരെല്ലാവരും ഓടി വന്നു. പിന്നീട് ആ കർത്താവിനോട് ചേർന്ന് പാർത്തു. അവർ മനസ്സിലാക്കി, ഇവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന, നമുക്ക് വെറുതെ രോഗം കൊണ്ടുവരുന്ന ആമേൻ വ്യർത്ഥമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സമയം കളയാതെ ഉള്ള സമയത്ത് നാവ് തുറന്ന് ഒരു വാക്കാണ്
ആണെങ്കിൽ ഒരു വാക്ക് മതി. പ്രൈസലോ, യേശു ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് നിന്റെ പ്രശ്നത്തിന് മതിയായവനാണ് എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ, അതൊരു ദൈവ പ്രവൃത്തിക്ക് കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടും. കഴിഞ്ഞ ദിവസം ആമേൻ പ്രൈസലോ, ഈ വചനങ്ങൾ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് പലരും വിളിക്കാറുണ്ട്. ഓരോ ദിവസം 1-2 പേരെങ്കിലും വിളിക്കും. പ്രൈസലോ, ആലപ്പുഴയിൽ നിന്ന് വിളിച്ചൊരു വ്യക്തി പറഞ്ഞത് 60 ലക്ഷം രൂപ ഞാൻ പലിശക്ക് എടുത്തിരിക്കും ഇപ്പോൾ. കാരണം ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. ആമേൻ, അദ്ദേഹത്തിന് കിട്ടേണ്ട പൈസ കിട്ടിയില്ല. ആമേൻ പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇനി ആത്മഹത്യയല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ല. പ്രൈസലോ, ഞാൻ പറഞ്ഞു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. യേശുവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം തരും. പ്രൈസലോ, ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായോ? പ്രൈസലോ, നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ചുറ്റിനും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ഒരു പക്ഷേ ആമേൻ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തി ആയിരിക്കുക. അവനെ തട്ടി വിളിച്ചിട്ട് എന്താ നിന്റെ വേദന, എന്താ നിന്റെ ഭാരം, നിന്റെ ഏതു പ്രശ്നത്തിനും ഒരു ദൈവശബ്ദമുണ്ട്. ആമേൻ, ഏതു പ്രശ്നത്തിലും ഒരു കർത്താവുണ്ടെന്ന് ഒന്ന് മനസ്സ് തുറന്ന് പറയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ദൈവമക്കളെ, അതൊരു ദൈവപ്രവൃത്തിക്ക് കാരണമാണ്. പ്രൈസലോ, ഈ നാവിനെ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിഞ്ഞാൽ അത് മനസ്സിനൊരു സമാധാനം തരും, അത് ശരീരത്തിനൊരു വിടുതൽ തരും. ആമേൻ, ആ വിടുതൽ കൊണ്ട് വേണം ഇന്ന് പകൽക്കാലം നമ്മൾ മടങ്ങിപ്പോകാൻ എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ, ആമേൻ, വീണ്ടും ദൈവത്തിൻ്റെ വചനം ഞാൻ പറഞ്ഞു നിർത്താം. പ്രൈസലോ, ആമേൻ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്, വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം ആമേൻ നിങ്ങൾ നിന്ന് അകറ്റുക, നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മിഴിക്കട്ടെ. പ്രൈസലോ, നിന്റെ കണ്ണ് എങ്ങോട്ട് നോക്കണം? നേരെ നോക്കണം. ഫോക്കസ് ചെയ്യണം. ആരെയാണ് നമ്മൾ നോക്കേണ്ടത്? നമ്മുടെ കർത്താവിനെ നമ്മൾ നോക്കേണ്ടത്. പ്രൈസലോ, ആമേൻ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ നമ്മൾ ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. പ്രൈസലോ, നിങ്ങൾ എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. പ്രൈസലോ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസലോ, ഹല്ലേലൂയ. ഒരു മനുഷ്യന് പരിമിതികളുണ്ട്, എന്നാൽ പരിമിതികളില്ലാത്ത ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിക്കുന്നുവെങ്കിൽ ആ കർത്താവിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. പ്രൈസലോ, അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു, ആമേൻ, വിശ്വാസത്തിന്റെ കണ്ണുയർത്തി നോക്കി. ലോത്ത് ലോകത്തെ സ്നേഹിച്ചു, സോദോമിലേക്ക് നോക്കി. പ്രൈസലോ, എന്താണോ നമ്മൾ നോക്കുന്നത് അതാണ് നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത്. പ്രൈസലോ, ഞാൻ പറഞ്ഞ രാഷ്ട്രീയം മനസ്സിലായോ? എന്താണോ നമ്മൾ നോക്കുന്നത് അതാണ് ഔട്ട്കം. പ്രൈസലോ, ഹല്ലേലൂയ. ലോത്ത് നോക്കിയത് സോദോമാണെങ്കിൽ ആമേൻ തൻ്റെ കുടുംബത്തിൻ്റെ നാശത്തിന് അത് കാരണമായി തീർന്നു. അബ്രഹാം നോക്കിയത് ദൈവം അവന് കൊടുക്കുവാനുള്ള വാഗ്ദത്തത്തിലേക്ക്. പ്രൈസലോ, അത് വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന നോക്കിയത്. അത് നോക്കിയപ്പോൾ അത് അവനും അവൻ്റെ തലമുറയ്ക്കും ശാശ്വത അവകാശമായി എന്ന് വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നോട്ടം ഒന്ന് ശരിയായാൽ മനസ്സിനകത്ത് സമാധാനമുണ്ടാകും. സ്തോത്രം. പറഞ്ഞു നിർത്തട്ടെ. അവസാനമായിട്ട് നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിന് ദോഷം വിട്ടകലുമാറാക്കുക. പ്രൈസലോ, 4-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം തൊട്ട്, ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ആമേൻ, ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കരുത്. അതിനോട് അകന്ന് നിൽക്കുക. അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല. ആമേൻ, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു. ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ. പ്രൈസലോ, നീതിമാന്മാരുടെ പാത എങ്ങനെയാ? പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ. പ്രൈസലോ, അത് നട്ടുച്ച വരെ അധികം ശോഭിച്ചു വരുന്നു. പ്രൈസലോ, പ്രഭാതത്തിലെ വെളിച്ചം നമുക്കറിയാം. നട്ടുച്ചയാകുമ്പോൾ ആ വെളിച്ചം വളരെയധികം പ്രകാശിക്കുന്നു. നീതിമാന്മാരുടെ വഴി അങ്ങനെയാണെന്ന് വചനം പറയുക. പ്രൈസലോ, അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നു, ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവരറിയുന്നില്ല. പ്രൈസലോ, അപ്പൊ നോക്കിക്കേ, നീതിമാന്റെ വഴി പ്രഭാതത്തിലെ വെളിച്ചം പോലെ നട്ടുച്ചയാകുമ്പോൾ അത് അധികം പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. എന്ന ദുഷ്ടന്റെ വഴി അന്ധകാരമാണ്, എവിടെ തട്ടി വീഴുമെന്നറിയുന്നില്ല. പ്രൈസലോ, ഒരു വാക്യം വായിച്ചൊന്ന് സഹായിക്കണമേ. സങ്കീർത്തനങ്ങൾ 43:3 ജോൺസിച്ചായന് പറഞ്ഞ സങ്കീർത്തനമാണ്. 43-ന്റെ 3-ാമത്തെ വേദഭാഗം. പ്രൈസലോ, ഹല്ലേലൂയ.
ആമേൻ. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കാലുകൾ ഹല്ലേലൂയ എങ്ങോട്ടാണ് ചലിക്കേണ്ടത്? പ്രൈസലോ. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ കൊണ്ട് എത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആ നിത്യതയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാത്ത ഹല്ലേലൂയ ആമേൻ ആ കാലുകളുടെ ആമേൻ നടപ്പല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ആ നിത്യതയിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന നടപ്പ്. ഹല്ലേലൂയ. ആമേൻ. അത് നീതിമാന്റെ നടപ്പാ, അത് വലിയ വെളിച്ചത്തിലുള്ള നടപ്പാ. ഹല്ലേലൂയ. ആ വെളിച്ചത്തിലേക്ക് ഇന്ന് പകൽക്കാല നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന സർവശക്തനായി കർത്താവിന് ആമേൻ നമ്മളോട് പറയുവാനുള്ളത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു ഇടയനുണ്ട്. ഇടയന്റെ ശബ്ദം കേട്ടിട്ട് ഹല്ലേലൂയ ഇടയനെ മാത്രം നോക്കിക്കൊണ്ട് ഇടയന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്നുവെങ്കിൽ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽക്കാലം ഒരു വലിയ സമാധാനം, ഹല്ലേലൂയ, ഒരു വലിയ വിടുതല് അത് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും, അത് കുടുംബ പശ്ചാത്തലത്തിനകത്ത് അനുഭവിക്കാൻ പറ്റും, അത് ജോലി മേഖലയിൽ അനുഭവിക്കാൻ പറ്റും, അത് ബിസിനസ്സിനകത്ത് അനുഭവിക്കുവാൻ പറ്റും, അത് സമൂഹത്തിന് നടുവിൽ അനുഭവിക്കുവാൻ പറ്റും. കാരണം ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ സമാധാനത്തെ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും കവർന്നെടുക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാല നമ്മളോട് പറഞ്ഞത്. സാഹചര്യം മാറുമ്പോൾ ഹല്ലേലൂയ മാറുന്നതല്ല ആ സമാധാനം. ആമേ. സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും സമാധാനം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അത് ദൈവത്തിന്റെ വചനം തരുന്ന സമാധാനമാണ്. അത് കർത്താവിന്റെ ശബ്ദം കേട്ടത് കൊണ്ട് ലഭിച്ച സമാധാനമാണ്. പ്രൈസലോ. അത് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇരിക്കുന്നത് കൊണ്ട് ലഭിച്ച സമാധാനമാണ്. അത് നാവിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ മുകളിൽ ദൈവത്തിന്റെ ശബ്ദം പറയുവാൻ കഴിഞ്ഞത് കൊണ്ട് ലഭിച്ച സമാധാനമാണ്. ഹല്ലേലൂയ ആമേൻ. പ്രൈസ്. അത് കാണേണ്ടതിനെ ആമേൻ കാണുവാൻ കഴിഞ്ഞത് കൊണ്ട് ലഭിച്ച സമാധാനമാണ്. പ്രൈസലോ. അത് നടക്കേണ്ട വഴിയും നടക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന സമാധാനമാണ്. പ്രൈസലോ. ആ സമാധാനം ഇന്ന് പകൽക്കാലം ഈ ലോകത്തിൽ തരുവാൻ കഴിയത്തില്ല. എന്നാൽ വചനം കേട്ട് ചലിക്കുന്ന ഒരു ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനം ദൈവം നൽകി അനുഗ്രഹിക്കുവാൻ ഇടവരും. കണ്ണുകൾ അടച്ച് ശാന്തമായി വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദയമായി നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയും, ദൈവമക്കളെ, ചില വചനങ്ങൾ നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായി പോകരുത്, കല്ലായി പോകരുത്. പ്രൈസ്. തെസ്സലോനിക്ക സഭ പൗലോസ് പറഞ്ഞ വചനായിട്ടല്ല ഏറ്റെടുത്തത്, ദൈവത്തിന്റെ വചനായിട്ട് ഏറ്റെടുത്തത്. അത് അവരുടെ ജീവിതത്തെ വ്യത്യസ്തപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ആരിത് പറഞ്ഞു എന്നുള്ളതല്ല, ആ വ്യക്തിയെ നിർത്തിയിരിക്കുന്ന ഒരു പരമാധികാരം, സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ അധികാരമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചിലത് സംസാരിക്കുമ്പോൾ ഹൃദയം കഠിനമാക്കുകയല്ല, ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞാട്ടെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കുടുംബത്തിലൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞാട്ടെ, യുവമക്കളെ ഏൽപ്പിച്ചു കൊടുത്ത് അല്പസമയം ശാന്തമായിട്ട് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം.